ലൈവില് ഇപ്പോ നമ്മുടെ അപ്സരയും ജിൻഡോയും കൂടി തമ്മി ഒന്ന് ഒരസി ആ ഒരു കിച്ചൺ ഏരിയ വെച്ചിട്ട് മൈക്കിന്റെ ബാറ്ററി മാറ്റാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോ ആരോ പുളിക്കുമായിരുന്നു. ഈ സമയത്ത് അപ്സര ആ ഒരു മൈക്ക് എടുത്തിട്ട് പോയി ബാറ്ററി മാറ്റി അത് അവിടെ തന്നെ ഡോറിന്റെ അവിടെ തിരിച്ചുകൊണ്ട് വെച്ചു. അപ്പൊ അപ്സര പറയുന്നത് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ചെയ്യേണ്ട ജോലിയാണ് അപ്സര ചെയ്തത് എന്നാണ്. ജിൻഡോ പറയുന്നത് അത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയേ അല്ല എന്നാണ്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ജിൻഡോ പറയുന്നത്. അപ്സര ക്യാപ്റ്റൻ ആയിരുന്നപ്പോ എല്ലാവരുടെയും മൈക്ക് എടുത്തുകൊണ്ട് പോയി ബാറ്ററി മാറ്റി വെച്ചു എന്നുള്ള രീതിയിലൊക്കെ അപ്സര ഇപ്പൊ സംസാരിച്ചു. അങ്ങനെയൊന്നും അപ്സര എന്നല്ല അവിടെ ഒരു ക്യാപ്റ്റനും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ലൈവില്. ഈ സീസണിലുള്ള ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. സെൽഫിഷ് ആയിട്ട് മത്സരിക്കുന്ന ആളുകളാണ്. ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ബെസ്റ്റ് ക്യാപ്റ്റനുള്ള അവാർഡ് കിട്ടിയതിനു ശേഷം അപ്സര നിലത്തൊന്നും അല്ല എന്നത് നമുക്കറിയാം. ആരെന്ത് ചെയ്താലും അത് അപ്സരയോളം വരില്ല. അവരൊന്നും പോരാ, കാരണം ബിഗ് ബോസ് പ്രശംസിച്ചില്ല. അതിന്റെ പേരിലുള്ള ഒരു ക്ലാഷ് ആയിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്സരയ്ക്ക് എപ്പോഴും അംഗീകാരം കിട്ടണം. അംഗീകാരം കിട്ടിയില്ലേ അപ്സര വയലന്റ് ആവും. അപ്പോ സിബിൻ പറയുന്നു അണ്ണ ഇത് ദിവസം മാറിപ്പോയി, ഇന്ന് ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ഒരസുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അടുക്കളയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരസുണ്ടായിരുന്നു, മാറ്റി നിർത്തി അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന. ഈ ഒരു ചെറിയ തർക്കം ജിൻഡോയുടെ ക്യാപ്റ്റൻസി നോമിനേഷനെ ബാധിക്കുമോ എന്നൊരു ആശങ്കയാണ് നമ്മുടെ സിബിൻ പ്രകടിപ്പിച്ചത്. ജിൻഡോയേക്കാൾ ജിൻഡോ ക്യാപ്റ്റൻ ആവണം എന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്ന സിബിൻ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു അണ്ണൻ തമ്പി കോംബോ സെറ്റായി വരുന്നുണ്ട്. എന്തായാലും വോട്ടുകൾ ആരുടെയൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് ജിൻഡോയുടെ സിബിൻ. ശരണ്യ, ഋഷി, നന്ദു, ജാനു, പിന്നെ ഞാന് ഇപ്പൊ തന്നെ 6 ആയിന്ന് തോന്നുന്നു. ഇതിനിങ്ങനെ എണ്ണിയാണ് പറയുന്നത്. ഇത്രയുമായിരുന്നു ഇപ്പോഴത്തെ പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.